നമസ്കാരം, എല്ലാവർക്കും CA ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലോട് സ്വാഗതം. എൻ്റെ പേര് ജയകൃഷ്ണൻ നാവായിക്കുളം. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മുടെ കഴിഞ്ഞ വീക്കിലെ തൊഴിൽ വാർത്തയിൽ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ചോദ്യങ്ങളാണ് നമുക്കൊന്ന് റിവിഷൻ ചെയ്യാനുള്ളത്. സോ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ ക്ലാസ്സുകൾ കാണുക. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൻ്റെ നോട്ട്സുകൾ വേണമെങ്കിൽ നമ്മുടെ ചാനലിലോട്ട് വരിക. CA ഗുരു കോർണർ എന്ന ചാനലിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നോട്ട്സുകൾ അവൈലബിൾ ആയിരിക്കും. സോ നമുക്കെന്തായാലും ഈ ഒരു ക്ലാസ്സിലോട്ട് അടക്കാം. ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്ന ചോദ്യം, ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ അഗ്നികുൾ കോസ്മോസ് വികസിപ്പിച്ച വിക്ഷേപണ വാഹനത്തിൻ്റെ പരീക്ഷണം വിജയിച്ചു. അടുത്തിടെയാണ് വിജയിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ പേരെന്താണ്? ആ ഒരു പരീക്ഷണ വാഹനത്തിൻ്റെ പേര് അഗ്നിബാൺ സോർട്ടഡ്. അഗ്നിബാൺ സോർട്ടഡ് എന്നാണ്. സോർട്ടഡ് എന്നാൽ സബ് ഓർബിറ്റൽ ടെക്നോളജിക്കൽ ഡെമോൺസ്ട്രേറ്റർ എന്നാണ് കേട്ടോ. സബ് ഓർബിറ്റൽ ടെക്നോളജിക്കൽ ഡെമോൺസ്ട്രേറ്റർ എന്നാണ് ഈ ഒരു സോർട്ടഡിൻ്റെ ഫുൾ ഫോം. സോ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണ് നമ്മുടെ സ്പേസ് ടെക്നോളജി എന്ന് പറയുന്നത്. സ്പേസ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. 1-2 ചോദ്യങ്ങൾ, എൻ്റെ ഓർമ്മയിൽ വരുന്ന 1-2 ചോദ്യങ്ങളെല്ലാം നിങ്ങളോട്ട് എത്തിക്കാൻ ശ്രമിക്കാം. ഇതാ ഇവിടെ നോക്കിയ PSLV C56ൻ്റെ പ്രത്യേകത എന്തായിരുന്നു? PSLV C56 അതായത് ഒരു മറ്റൊരു രാജ്യത്തിൻ്റെ, അയൽ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിൻ്റെ ഒരു ദൗത്യം ഇന്ത്യ കൊമേഴ്ഷ്യലൈസ്ഡ് ആയിട്ട് നടപ്പിലാക്കിയ ഒരു വാഹനം കൂടിയാണ് PSLV C56. ഏത് രാജ്യത്തിൻ്റെ സാറ്റലൈറ്റ് ആയിരുന്നു? നമ്മുടെ സിംഗപ്പൂർ എന്ന രാജ്യത്തിൻ്റെ ഒരു സാറ്റലൈറ്റ് ഇന്ത്യയിലെത്തിച്ച് ഇന്ത്യ കൊമേഴ്ഷ്യലൈസ്ഡ് ആയിട്ട് നടപ്പിലാക്കിയ ഒരു ദൗത്യം കൂടിയാണ് PSLV C56. ആ ഒരു സിംഗപ്പൂരിൻ്റെ സാറ്റലൈറ്റിൻ്റെ പേര് DSR എന്നാണ് കേട്ടോ. DSR എന്നത് സിംഗപ്പൂരിൻ്റെ ഒരു ഉപഗ്രഹമാണ്. കൂടാതെ സിംഗപ്പൂരിൻ്റെ DSR ഉൾപ്പെടെ 6 കോ പാസഞ്ചേഴ്സുമായിട്ടാണ് ഈ ഒരു ദൗത്യം ബഹിരാകാശത്തോട്ട് പോയിരിക്കുന്നത്. സോ അതിനുശേഷം PSLV C57, നമുക്കറിയാം PSLV C57 എന്താണ് പ്രത്യേകത? ആദിത്യ L1 അല്ലേ? ആദിത്യ L1 ഇന്ത്യ വിക്ഷേപിച്ചത് PSLV C57 എന്നാൽ വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2-നാണ് ഇന്ത്യ ഈ ഒരു ആദിത്യ L1 വിക്ഷേപിച്ചത്. എങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യം ആദിത്യ L1 ആണ്. ആദിത്യ L1 ആകെ എത്ര പേൽ ഓർഡർ? 7 പേൽ ഓർഡർ. ആ 7 പേൽ ഓർഡറിലെ ഒരു പേൽ ഓർഡർ അടുത്തിടെ കൊറോണൽ മാസ് ഇജക്ഷൻ്റെ ആഘാതം മനസ്സിലാക്കിയിരിക്കുകയാണ്. സൂര്യനിലെ കൊറോണൽ മാസ് ഇജക്ഷൻ്റെ ആഘാതം മനസ്സിലാക്കിയ ആദിത്യ L1ൻ്റെ പേൽ ഓർഡർ ഏതെന്ന് വെച്ചാൽ പാപ്പയാണ്. പാപ്പ എന്നാൽ എന്താണ്? പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ. പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യയാണ് ഈ ഒരു പാപ്പ എന്ന് പറയുന്നത്. ചന്ദ്രയാൻ 3 ആകെ എത്ര പേൽ ഓർഡറാണ്? 7 പേൽ ഓർഡർ. എങ്കിൽ PSLV ഇവിടെ നോക്കിയേ, PSLV C58ൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഏറ്റവും ഒടുവിൽ ISRO ഏറ്റവും ഒടുവിൽ വിക്ഷേപിച്ചിരിക്കുന്ന PSLV C58 ആണ്. സോ അതിലൂടെയാണ് 3 ദൗത്യങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സ്പോസാറ്റ് വിക്ഷേപിച്ചു. കൂടാതെ ഫ്യൂവൽ സെൽ പവർ സിസ്റ്റം അതും കൂടാതെ VSAT ഈ ദൗത്യങ്ങളെല്ലാം നടപ്പിലാക്കാൻ വേണ്ടി നമ്മുടെ ISRO ഉപയോഗിച്ചിരിക്കുന്ന വാഹനം PSLV C58 ആണ്. PSLV C58 അതായത് തമോഗർത്തങ്ങൾ, ന്യൂട്രൽ സ്റ്റാറുകൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കി അല്ലെങ്കിൽ വികസിപ്പിച്ചിരിക്കുന്ന ഒരു സാറ്റലൈറ്റാണ് എക്സ്പോസാറ്റ്. കൂടാതെ അന്തരീക്ഷത്തിൽ നമ്മുടെ ഈ ഒരു സ്പേസിൽ വെച്ച് അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ബഹിരാകാശത്ത് വെച്ച് വൈദ്യുതി നിർമ്മിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഫ്യൂവൽ സെൽ പവർ സിസ്റ്റം. ആ ഒരു സെല്ലിനെ ഈ ഒരു ഭ്രമണപഥത്തിൽ എത്തിക്കുവാൻ വേണ്ടി സഹായിച്ച സാറ്റലൈറ്റിൽ നമ്മുടെ വാഹനമാണ് PSLV C58. VSAT എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥി സാറ്റലൈറ്റാണ്. ഈ ഒരു തിരുവനന്തപുരം ജില്ലയിലെ ഈ ഒരു LBS എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളും അവിടുത്തെ പ്രൊഫസേഴ്സും സംയുക്തമായി നിർമ്മിച്ച ഒരു സാറ്റലൈറ്റാണ് VSAT എന്ന് പറയുന്നത്. സോ ഈ VSAറ്റും ഭ്രമണപഥത്തിൽ എത്തിക്കുവാൻ വേണ്ടി സഹായിച്ച വാഹനം PSLV C58 ആണ്. സോ 56, 57, 58 3 ദൗത്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊന്ന് നല്ലപോലെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ അടുത്ത മറ്റൊരു ചോദ്യം, 46ാമത് അന്റാർട്ടിക്ക ഉച്ചകോടി കൂടിയാലോചന യോഗം അല്ലെങ്കിൽ അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് ATCMന് വേദിയായത് എവിടെയെന്ന് ചോദിച്ചാൽ കൊച്ചിയിലാണ് കേട്ടോ. അപ്പോൾ ഇതൊരു അന്താരാഷ്ട്ര മീറ്റിംഗ് ആണ്. അന്താരാഷ്ട്ര മീറ്റിംഗ് നമ്മുടെ കേരളത്തിൽ വെച്ച് നടക്കുന്നു. സോ അത്തരത്തിലുള്ള സമിറ്റുകളെല്ലാം അല്ലെങ്കിൽ മീറ്റിങ്ങുകളെല്ലാം നമ്മുടെ PSC ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് നടന്നിരിക്കുന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിയിൽ വെച്ചാണ്. അടുത്തതായി മറ്റൊരു ചോദ്യം, തീവണ്ടികളിൽ വനിതാ സ്ത്രീകൾക്ക് സഹായം നൽകുവാനും സുരക്ഷ ഉറപ്പുവരുത്തുവാനുമുള്ള ഇന്ത്യൻ റെയിൽവേ പദ്ധതി അടുത്തിടെ വിപുലീകരിച്ചു. അതിൻ്റെ പേരെന്താണ്? മേരി സഹേലി
എൻ്റെ കൂട്ടുകാരി എന്നാണ് അതിൻ്റെ അർത്ഥം. മേരി സഹേലി എന്നാൽ എൻ്റെ കൂട്ടുകാരി എന്നാണ്. അടുത്തതായി ചട്ടമ്പി സ്വാമികളുടെ 100ാം സമാധി വാർഷികം അറിയപ്പെടുന്ന പേരെന്ന് വെച്ചാൽ മഹാഗുരുവർഷം 2024. മഹാഗുരുവർഷം 2024 എന്നാണ്. അടുത്തതായിട്ട് സാറ്റലൈറ്റ് ഇമേജറി സംവിധാനം ഉപയോഗിച്ച് ഏത് നദിയുടെ പുരാതന ശാഖയാണ് അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്? നൈൽ നദി, ഈജിപ്തിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് നൈൽ നദി എന്ന് പറയുന്നത്. നൈൽ നദിയുടെ ഒരു പുരാതന ശാഖയാണ് അടുത്തിടെ ഈ ഒരു ഗവേഷകർ സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തിയിരിക്കുന്നത്. സോ ഇവിടെ ഈ ഒരു പിരമിഡ് എന്നർത്ഥമുള്ള അഫറമത്ത് എന്ന പേര് നൽകിയാണ് ഈ ഒരു ഗവേഷകർ ഈ ഒരു ശാഖയ്ക്ക് നൽകിയിരിക്കുന്നത്, ഈ ഒരു നദിയുടെ ശാഖയ്ക്ക് നൽകിയിരിക്കുന്നത്. അടുത്ത ചോദ്യമാണ്, ചന്ദ്രനിൽ ആദ്യമായി റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയ ബഹിരാകാശ ഏജൻസി ഏതെന്ന് വെച്ചാൽ നാസയാണ്. USA അല്ലെങ്കിൽ അമേരിക്കയുടെ സ്പേസ് ഏജൻസിയാണ് നാസ ഇവിടെ ചന്ദ്രനിൽ ആദ്യമായിട്ട് ഒരു റെയിൽവേ സംവിധാനം നിർമ്മിക്കുവാൻ വേണ്ടി പദ്ധതി ഇടുകയാണ്. ആ പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേരാണെങ്കിൽ ഫ്ലോട്ട് എന്നാണ് കേട്ടോ. ഫ്ലോട്ട് എന്നാൽ ഫ്ലെക്സിബിൾ ലെവിറ്റേഷൻ ഓൺ എ ട്രാക്ക് എന്നാണ് ഈ ഒരു പദ്ധതിയുടെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. സോ നമുക്ക് എന്തായാലും അടുത്തൊരു ക്വസ്റ്റ്യനിലൂടെ അടക്കാം. ചോദ്യം ഇങ്ങനെയാണ്, 17ാം സീസണിൽ IPL T20 ക്രിക്കറ്റ് കിരീടം നേടിയിരിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. സോ ഇവിടെ പരാജയപ്പെടുത്തിയത് ആരെയായിരുന്നു? സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് IPL 17ാം സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇവിടെ കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത്. അടുത്തൊരു മറ്റൊരു ചോദ്യമാണ്, 2024 മെയിൽ അന്തരിച്ച ഏത് വ്യക്തിയാണ് ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ രഘുനന്ദൻ കാമത്ത്. നമുക്കറിയാം ഇന്ത്യയിൽ നാച്ചുറൽ ഐസ്ക്രീമിൻ്റെ സ്ഥാപകൻ കൂടിയാണ് രഘുനന്ദൻ കാമത്ത്. എങ്കിൽ DRDOയുടെ ചെയർമാൻ ആരാണ്? ഇപ്പോൾ നിലവിൽ മേധാവി അത് നമുക്കറിയാം സമീർ വി കാമത്താണ്. പേരുകൾ ഒന്ന് ഓർത്തിരിക്കുക. സമീർ വി കാമത്താവുമ്പോൾ ഇപ്പോൾ നമ്മുടെ DRDOയുടെ നിലവിലെ മേധാവിയും. കൂടാതെ അടുത്തിടെ അന്തരിച്ച വ്യക്തിയാണ് രഘുനന്ദൻ കാമത്ത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. അടുത്തതായി മറ്റൊരു ചോദ്യമാണ്, മേരി പോപ്പിൻസ് ഉൾപ്പെടെയുള്ള ബോളിവുഡ് ക്ലാസിക് സംഗീത സിനിമകൾക്ക് പാട്ടെഴുതിയ സഹോദരങ്ങളിലെ അവശേഷിച്ച വ്യക്തി കൂടി വിട പറഞ്ഞു. പേരെന്താണ്? റിച്ചാർഡ് എം ഷെർമാൻ. പേരിങ്ങനെയാണ്, റിച്ചാർഡ് എം ഷെർമാൻ എന്നാണ്. 2023 UN മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യൻ വനിത രാധിക സെൻ. 2023 UN മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യൻ വനിത ആരെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാധിക സെൻ ആണ്. ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് നഗരത്തിൻ്റെ മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാവുമ്പോൾ ബൈജു തിട്ടാലയാണ്. അടുത്തതായി മറ്റൊരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്, അന്തരിച്ച ബെറ്റി വാഷിൻ്റെ നേട്ടം എന്തായിരുന്നു? ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം എയർ ഹോസ്റ്റസായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഈ ഒരു ബെറ്റി വാഷ് എന്ന് പറയുന്നത്. ബെറ്റി വാഷ്, പേര് മറന്നു വരുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നോട്ട അല്ലെങ്കിൽ നൺ ഓഫ് ദ എബോയ്ക്ക് 2ാം സ്ഥാനം ലഭിച്ച മണ്ഡലം ഏതെന്ന് വെച്ചാൽ ഇൻഡോർ മണ്ഡലം മധ്യപ്രദേശ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് 2ാം സ്ഥാനം ലഭിച്ചിരിക്കുന്ന മണ്ഡലമാണെങ്കിൽ ഇൻഡോർ ആണ്. വടക്കേ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആയിരിക്കുന്ന ക്ലോഡിയ ഷെയ്ൻബോൺ വടക്കേ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റ്. എങ്കിൽ ഇവിടെ നോക്കിയാൽ നല്ലൊരു ചോദ്യമാണ്. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ടങ്ങളിലായി നടന്ന വോട്ടെടുപ്പിൽ മൊത്തം പോളിംഗ് ശതമാനം എത്രയായിരുന്നു? 65.79%. ഇവിടെ 2024 വോട്ട് രേഖപ്പെടുത്തിയവരുടെ എണ്ണം 64.21 കോടിയായിരുന്നു. അതായത് കഴിഞ്ഞ വോട്ടെടുപ്പിൽ നിന്നും അതിന് മുന്നേ നടന്ന വോട്ടെടുപ്പിൽ നിന്നും കമ്പാരിസൺ നടത്തുമ്പോൾ 2.74 കോടിയുടെ വർധനവാണ് 2024 സംഭവിച്ചിരിക്കുന്നത്. സോ ഇവിടെ 18ാം ലോക്സഭയിലെ ഈ ഒരു 7 ഘട്ടങ്ങളിലായി നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ മൊത്തം പോളിംഗ് ശതമാനം 65.79%. കൂട്ടുകാരെ, നിങ്ങൾക്ക് നമ്മുടെ 18ാം ലോക്സഭയുമായി ബന്ധപ്പെട്ട മന്ത്രിമാരും ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും മറ്റ് മിനിസ്റ്റേഴ്സിൻ്റെയും ആ ഒരു കോഡിലൂടെ പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അനുസരിച്ചായിരിക്കും നമ്മൾ ഇനി മുതൽ ക്ലാസ്സുകൾ നടപ്പിലാക്കുന്നത്. സോ അടുത്തതായി മറ്റൊരു ചോദ്യം, 2024 ജൂൺ 4 അന്തരിച്ച പ്രശസ്ത പത്രപ്രവർത്തനാണ് BRP ഭാസ്കർ. ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? BRP ഭാസ്കർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അദ്ദേഹം പത്രപ്രവർത്തകനാണ്. അടുത്തതായി മറ്റൊരു ചോദ്യമാണ്, നോക്കിയേ.
ലോക പരിസ്ഥിതി ദിനം എന്നാണ്. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5-നാണ്. സോ ഇവിടെ ഈ ഒരു ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയമായിരുന്നു ലാൻഡ് റീസ്റ്റോറേഷൻ, ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റീസൈലൻസ്. 2024 പ്രമേയമായിരുന്നു. സോ ഇവിടെ നമ്മൾ ഈ ഒരു കഴിഞ്ഞ വീക്കിൽ ജൂൺ 29 വന്നിരിക്കുന്ന തൊഴിൽ വാർത്തയിലെ ആനുകാലിക ചോദ്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ നിങ്ങളെല്ലാവരും നല്ലപോലെ റിവിഷൻ ചെയ്യുക. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സുകൾ വേണമെങ്കിൽ നിങ്ങൾ CA ഗുരു കോർണർ എന്ന ചാനലിലോട്ട് വരിക, നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ എന്തായാലും വൈൻഡപ്പ് ചെയ്യും. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സജഷൻസ്, ഫീഡ്ബാക്സുകളും, കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി നിങ്ങൾ മറക്കരുത്. നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക.